അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള നോമ്പുകാരെ, ഒരു നോമ്പുകാരൻ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ എനിക്ക് മാപ്പാക്കണമേ, എനിക്ക് പുറത്തു നൽകണമേ. ഇങ്ങനെ മാപ്പിനെ തേടുന്ന ഈ ഒരു പ്രാർത്ഥന നിർവഹിക്കലാണ് നോമ്പുകാരൻ കൂടുതലായി അധികരിപ്പിക്കേണ്ടത്. ഇങ്ങനെ പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഏതാണ്? അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദർ എന്ന രാത്രി റമളാനിലുണ്ട് എന്നാണ്. അത്രയും ശ്രേഷ്ഠതയുള്ള രാത്രിയിൽ പോലും റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണമേ. കാരണം നമുക്ക് റമളാനിൽ നേടിയെടുക്കാനുള്ളത് അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്താണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്: ഒരാൾക്ക് റമളാൻ ലഭിച്ചിട്ടും മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫദഖലൻ നാർ ഫഅബഅദഹുല്ലാഹ്. റമളാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ആളുകൾ, അവരെ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ, അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റമളാൻ കിട്ടിയിട്ടും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അത് വളരെ വലിയ ഒരു നഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നരകത്തിൽ വരെ പ്രവേശിപ്പിക്കപ്പെടാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ധാരാളമായി അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടുക. അത് ഈ ദുആ തന്നെ ആവണമെന്നില്ല. പാപമോചനം തേടുന്ന ഏത് പ്രാർത്ഥനയാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു മഗ്ഫിർലി, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ എന്നിങ്ങനെ തുടങ്ങി, അല്ലാഹുവേ, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു തുടങ്ങി പാപമോചനം തേടുന്ന പ്രാർത്ഥനകളാണ് നാം കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച പ്രാർത്ഥനയായതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.